മലപ്പുറം അരീക്കോട് സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ പടക്കം തെറിച്ചു വീണ് അപകടമുണ്ടായി. മത്സരത്തിന് മുൻപ് നടന്ന കരിമരുന്ന് പ്രയോഗത്തിനിടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുഹൃത്തുക്കളെ നമസ്കാരം. ഈ 2025 ജനുവരിക്ക് ശേഷം ഒരുപാട് കരിമരുന്ന് പ്രയോഗത്തിന്റെ അപകടങ്ങൾ ഉണ്ടായതായിട്ട് നമ്മൾ മാധ്യമങ്ങളിൽ കൂടി വായിച്ചിട്ടുണ്ടാകാം. ഇനിയെങ്കിലും ഇതിനൊരു പരിധി സർക്കാർ നിയമിച്ചില്ല എങ്കിൽ പണക്കാരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരും പൊട്ടിച്ചുകൊണ്ടേയിരിക്കും. പാവങ്ങൾ അപകടത്തിൻ്റെ കെണിയിൽപ്പെട്ട് കുടുങ്ങിക്കൊണ്ടേയിരിക്കും. ഈ 3 മാസത്തിനിടയിൽ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നു. കൊയിലാണ്ടി ആന ദുരന്തം, അതുതന്നെ ഒരു കല്യാണ പാർട്ടിക്ക് അമിതമായി ശക്തിയുള്ള കരിമരുന്ന് പ്രയോഗത്തിൽ അയലത്തെ വീട്ടിൽ പ്രസവിച്ച് കിടന്ന ഒരു മാതാവിൻ്റെ കുട്ടിക്ക് ബുദ്ധിക്ഷയവും അതേപോലെ മാനഹാനിയമായിട്ടുള്ള എന്തൊക്കെയോ തകരാറുകൾ സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അത് കണക്ക് അറിയാതെയും ഒരുപാട് സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുമല്ലോ. ബഹുമാന്യ സർക്കാർ ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയുമാകാം.